കൈ ഇല്ലാത്തതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ സൈക്ലിങ് ചെയ്യും, സ്വിം ചെയ്യും. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് MSW ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സായിരുന്നു. പക്ഷെ കോഴ്സിന് ശേഷം ഞാൻ ജോലിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കുറെ അപ്ലൈ ചെയ്തത്. അപ്പോൾ കുറെ പേരൊക്കെ വിളിക്കാന്ന് പറഞ്ഞു. കുറെ ഇന്റർവ്യൂവിന് പോയി, കുറെ അറ്റൻഡ് ചെയ്തു. കുറെ റെസ്പോൺസ് ഉണ്ടായില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു. സ്റ്റിൽ ആ ടൈമിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്നെ പോലെയുള്ള കുട്ടികളുള്ള ഒരുപാട് പേരൻസ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒത്തിരി പേരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര സൂയിസൈഡൽ ടെൻഡൻസിയിൽ വരെ എത്തി നിൽക്കുന്നവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് സോഷ്യൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പഠിച്ചതാണ്. പക്ഷെ ഞാനിപ്പോൾ ഞാനായിട്ട് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് സോഷ്യൽ വർക്ക് കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, ഞാൻ തന്നെ വരച്ച് നോക്കി, ഞാൻ തന്നെ തയ്ച്ചു നോക്കിയപ്പോൾ വീട്ടിലെ അമ്മച്ചിയൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, കൊള്ളാം, ആദ്യമായിട്ട് തയ്ച്ചതുപോലെ ഇല്ലെന്ന് പറഞ്ഞു. അവിടെ നിന്നായിരുന്നു എംബ്രോയിഡറിയുടെ തുടക്കം. ഉഷ നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് എനിക്കൊരു പവർ മെഷീൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ഉഷ കമ്പനി. ഓൾറെഡി നമുക്കിപ്പോ ഒരു 100-ന് മേളില് ഓർഡർ പെൻഡിങ് ആണ്. എത്ര പേരില്? 100-ന് മേളില്. അഞ്ജന ചെയ്ത ഒരു വർക്കാണ് ഇത് നമ്മുടെ വൈസ് പ്രസിഡന്റ്. ഞാൻ 3 ദിവസം 3 days ഇത് കംപ്ലീറ്റ് ചെയ്തു. എന്ത് ഭംഗിയായിട്ട്, എത്ര നീറ്റ് ആയിട്ടാണ്, എന്താ ഫിനിഷിംഗ്. ഞാൻ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അല്ലാതെ മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഇന്ന് ബിഹൈൻഡ് ദ സക്സസിൽ വളരെയധികം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആളാണ്, മറ്റാരുമല്ല അഞ്ജന. അഞ്ജന, അഞ്ജന എങ്ങനെയാണ് നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യണത്, അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യണത് എങ്ങനെയാണ് എന്ന് നമുക്ക് അഞ്ജനയുടെ അടുത്ത് തന്നെ ചോദിക്കാം. അഞ്ജന സിംഗിൾ ഹാൻഡ് മാത്രമുള്ള ഒരു കുട്ടിയാണ്, ഒരു ലേഡിയാണ്. അതെ, അഞ്ജനയുടെ ബൈ ബർത്ത് തന്നെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെയാണ് അല്ലേ? അപ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്താണ് ഡോക്ടേഴ്സ് എന്താ അത് പറഞ്ഞത്? ആക്ച്വലി അതിന് റീസൺസ് ഒന്നും ഇല്ല. ഇപ്പൊ എൻ്റെ അമ്മച്ചി പറയും, അമ്മച്ചിയുടെ പ്രഗ്നൻസി ഭയങ്കര ഹെൽത്തി ആയിരുന്നു. അമ്മച്ചി ഒരു ജലദോഷം പോലും അമ്മച്ചിക്ക് വന്നിട്ടില്ല. ഒരു പച്ചമരുന്ന് പോലും, ഒരു മരുന്ന് പോലും അമ്മച്ചി എടുത്തിട്ടില്ല. ഒരു മെഡിസിൻ ഉണ്ടായിരുന്നില്ല, ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു തരത്തിലുള്ള കാരണങ്ങളില്ല. അവർക്കും സർപ്രൈസ് ആയിരുന്നു ഇങ്ങനെ വന്നത്. കാരണം ഫാമിലിയിലും അങ്ങനെ വരാനുള്ള റീസൺസ് ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫാമിലിയിലും. പക്ഷെ ഡെലിവറി എല്ലാം അമ്മയുടെ എല്ലാം ഓൺ ടൈം ആയിരുന്നോ? എല്ലാം ഓക്കെ ആയിരുന്നു. അല്ലാതെ പ്രീ ടൈം ബേബി അങ്ങനെ ഇല്ല, അങ്ങനെ ഒന്നും അല്ലായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. ഇങ്ങനെ തന്നെ സംഭവിക്കാനുള്ളതായിരുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. അതെ അതെ, വേറെ റീസൺ ഒന്നും ഇല്ല. ബയോളജിക്കലി എല്ലാം ആയിരുന്നു അല്ലേ? പക്ഷെ അത് ദൈവത്തിന്റെ ഒരു നിമിത്തമാണ്. ഈ സിംഗിൾ ഹാൻഡ് വെച്ചിട്ടും അഞ്ജന എങ്ങനെ നമ്മുടെ ബിഹൈൻഡ് ദ സക്സസിലേക്ക് വന്നു, അവിടെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സ്. നമുക്കൊക്കെ 2 കൈ ഉണ്ടായിട്ടും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് സിംഗിൾ ഹാൻഡ് വെച്ചിട്ട് അഞ്ജന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പോലത്തെ ഒരുപാട് സ്റ്റിച്ചിങ് സിംഗിൾ ഹാൻഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തു. 2 കൈ വെച്ച് നമുക്ക് നൂല് കോർക്കണേ. നമ്മളൊക്കെ എത്ര കഷ്ടപ്പെടുന്നത്, ഒരു നീഡിലെടുത്ത് അല്ലെങ്കിൽ ഒരു നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ച റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. പക്ഷെ അഞ്ജന ഇതെല്ലാം ഒരൊറ്റ കൈ കൊണ്ട് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യണം. അതാണ് അഞ്ജനയുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. അഞ്ജന ഒരു മോളാണോ? ഇല്ല, ഒരു ബ്രദർ ഉണ്ട്, എനിക്ക് ചേട്ടനുണ്ട്, മനു. ചേട്ടൻ ഇവിടെ ഇടുക്കി തന്നെയാണ്, കൃഷിയാണ്. ഓക്കെ. അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും അവരും കൃഷി തന്നെ, ഇടുക്കി തന്നെയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കും. ഇപ്പൊ അഞ്ജന കല്യാണം കഴിഞ്ഞിട്ട് എറണാകുളത്തുണ്ട് അല്ലേ? ശരി അഞ്ജന, ഈ സ്റ്റിച്ചിങ്ങിനോടുള്ള ഒരു താല്പര്യം അഞ്ജനയ്ക്ക് എപ്പോ തുടങ്ങിയതാണ്? വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. ഞാൻ MSW കഴിഞ്ഞിട്ട് എനിക്ക് MSW ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷനോടും കൂടി ഒന്നുമല്ല ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ്. ആ കോഴ്സിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അതിൻ്റെ അകത്ത് പഠിക്കാനല്ല, കൂടുതലും പ്രാക്ടിക്കൽസ് ആണ് ഉള്ളത്. ഫീൽഡ് വർക്കുകളും റിസർച്ചും ക്യാമ്പുകളും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഒന്നിലും മാറുന്നില്ല. എല്ലാം കംപ്ലീറ്റ്ലി എല്ലാവരുടെ ഒപ്പം തന്നെയാണ്. എന്നെപ്പോലുള്ള ആരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ ഒപ്പം തന്നെയാണ്. ഞാൻ കൺസെഷൻ ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് തന്നിട്ടുമില്ല, എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത കോഴ്സ്, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സ്. പക്ഷെ കോഴ്സിന് ശേഷം ഞാൻ ജോലിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കുറെ അപ്ലൈ ചെയ്തത്. അപ്പോൾ
കുറെ പേരൊക്കെ വിളിക്കാന്ന് പറഞ്ഞു, കുറെ ഇന്റർവ്യൂവിന് പോയി, കുറെയൊക്കെ അറ്റൻഡ് ചെയ്തു, കുറെ റെസ്പോൺസ് ഉണ്ടായില്ല. പിന്നെ ഇതുപോലെ 1-2 ഇന്റർവ്യൂവിന് പോയപ്പോൾ ചിലര് ഡയറക്റ്റ്ലി ചോദിച്ചു, ഇതിപ്പോ ഈ ജോലി എന്ന് പറയുമ്പോൾ മോൾക്കറിയാമല്ലോ, ചിലപ്പോൾ പെട്ടെന്ന് യാത്രയൊക്കെ ചെയ്യേണ്ടി വരും, മോൾക്കിപ്പോൾ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ യാത്ര ചെയ്യും. എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെതായ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഇഷ്യൂ പെട്ടെന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വന്നാൽ അത് പറ്റുമോ, ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ലൈസൻസ് ഇല്ല, സ്റ്റിൽ ഞാൻ വണ്ടി ഓടിക്കും, എനിക്ക് 4-വീലർ ഓടിക്കാൻ പറ്റും. അപ്പോൾ എനിക്കത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ കാര്യം അക്കാഡമിക്കിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് പോയ എനിക്ക് അതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ആ ടൈമിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് അതുവരെ ഞാൻ അപ്ലൈ ചെയ്യാത്ത ഓരോ ജോലിയും അവർ വിളിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ആ ഒരു റീസൺ ഞാൻ അപ്പോഴാണ് ശരിക്കും തിരിച്ചറിഞ്ഞത്. ഇവർ ഡയറക്റ്റായിട്ട് ചോദിച്ചത് കൊണ്ട് അപ്പോഴെങ്കിലും എനിക്കത് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു. സ്റ്റിൽ ആ ടൈമിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഞാൻ കുറേ അപ്ലൈ ചെയ്തു, ഒരിടത്തും വിളിച്ചില്ല. അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഒരു ആൻറ്റിയുടെ പരിചയത്തിൽ ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ കയറി. അപ്പോൾ അവിടെ കയറിയപ്പോൾ എനിക്കത് പറ്റുന്നുണ്ടായില്ല. അവിടുന്ന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് കംപ്ലീറ്റ്ലി സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെന്നെ അവിടെ ജോലിക്ക് എടുത്തത് തന്നെ. സ്റ്റിൽ എനിക്ക് എല്ലാവരുടെ ഒപ്പം എനിക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ കയറിയല്ലോ എന്നോർത്തിട്ട് ഞാൻ പിന്നെ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പിന്നെ ഇറങ്ങി. എനിക്ക് MSW തന്നെ ജോലിയാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് തന്നെ നോക്കാം എന്നുള്ളൊരു മനസ്സോടുകൂടി വീണ്ടും ഇറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ വളരെ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു കുഞ്ഞു കൊച്ചിൻ്റെ കുഞ്ഞ് കെട്ടുടുപ്പിൽ ഞാനൊരു ചെറിയ പൂവ് കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതെന്നെ ക്യാച്ച് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മച്ചി തയ്ക്കും, അത്യാവശ്യം എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി മാത്രം, അമ്മച്ചിക്ക് എനിക്ക് വേണ്ടി മാത്രം, പുറത്തേക്ക് തയ്ക്കില്ല, അങ്ങനെ തയ്ക്കും. അപ്പോൾ അമ്മച്ചിയുടെ ഹെൽപ്പോടുകൂടി ഞാൻ തന്നെ സൂചി നൂലൊക്കെ എടുത്തിട്ട് ഞാൻ തന്നെ ഒരു പഴയ തുണിയിലെടുത്ത് ഞാൻ തന്നെ വരച്ച് നോക്കി, ഞാൻ തന്നെ തയ്ച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് എനിക്കും തോന്നി. വീട്ടിൽ അമ്മച്ചിയൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, കൊള്ളാം, ആദ്യമായിട്ട് തയ്ച്ചതുപോലെ ഇല്ലെന്ന് പറഞ്ഞു. അവിടെ നിന്നായിരുന്നു എംബ്രോയിഡറിയുടെ തുടക്കം. ആ സമയത്ത് എനിക്ക് എംബ്രോയിഡറി എന്നൊരു വാക്ക് പോലും എനിക്ക് അറിയില്ല. ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ശരിക്കും എംബ്രോയിഡറി ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വളരെ ലേറ്റ് ആയിട്ടാണ്. സാധാരണ എല്ലാവരും 10th കഴിഞ്ഞിട്ടുള്ള ഒരു വെക്കേഷനിൽ കുട്ടികളെ ആ നാട്ടിലൊക്കെ യൂഷ്വൽ തിങ് ആണ് സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് വിടുക. അങ്ങനെ പോലും പഠിച്ചിട്ടില്ല അല്ലേ? പെട്ടെന്ന് തോന്നിയ ഒരു പൂവ് കണ്ടപ്പോൾ തോന്നിയ ഒരു അട്രാക്ഷൻ, അവിടെ നിന്നുമാണ് ഇന്നിപ്പോൾ അഞ്ജന ഈ ഒരു ലോകം മുഴുവൻ അറിയുന്ന ഒരു അഞ്ജനയിലേക്ക് അത് എത്തിയത്. മറ്റുള്ളവരുടെ കണ്ണിൽ അഞ്ജനയ്ക്ക് ഒരു കുറവുണ്ട് എന്ന് തോന്നുന്നതും അഞ്ജനയ്ക്ക് അത് ഒരിക്കലും കുറവായിട്ട് തോന്നിയിട്ടില്ല അല്ലെ? പക്ഷെ ബൈ ബർത്ത് ആയതുകൊണ്ട് തന്നെ അഞ്ജന യൂസ്ഡ് ടു ആണ്. പക്ഷെ സ്റ്റിച്ചിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും അതിന്റെ ഒരു ഡിഫിക്കൽറ്റിയോ അവിടെ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ അത് മിസ് ചെയ്തോ എപ്പോഴെങ്കിലും? ഓഫ് കോഴ്സ് എൻ്റെ ലൈഫിൽ വന്ന സമയത്തൊക്കെ എനിക്ക് ഈ കൈ ഇല്ലാത്തതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യില്ല. ഞാൻ ഒരിക്കലും ഒരു കൈ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരു കാര്യത്തിൽ എന്നെ ലിമിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ സൈക്ലിങ് ചെയ്യും, സ്വിം ചെയ്യും. അതൊക്കെ എൻ്റെ അപ്പം പഠിപ്പിച്ചത് കൊണ്ടാണ്. എങ്കിലും ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സൈക്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് 2 കൈയും കൂടി അല്ലേ പിടിക്കുക? സിംഗിൾ ഹാൻഡിൽ അതിന്റെ ഒരു ബാലൻസ് കിട്ടുന്നുണ്ടോ? ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ അപ്പച്ചൻ എൻ്റെ ചേട്ടൻ്റെ സൈക്കിള് കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ലേഡി സൈക്കിള് പോലെ ആക്കിയെടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടി ആ ഒരു ഇത്ര ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു കമ്പി പോലെ പണിയിപ്പിച്ചെടുത്തു എനിക്കത് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ആ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു കമ്പി പിടിപ്പിക്കുന്ന രീതിയിലും നോർമലായിട്ടുള്ളവർക്ക് ചവിട്ടാൻ വേണ്ടി അത് അഴിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിലും അങ്ങനെ ഒരു കമ്പിയൊക്കെ ആ സമയത്ത് എൻ്റെ അപ്പച്ചൻ്റെ ഐഡിയയിൽ അതൊക്കെ ചെയ്യിപ്പിച്ചെടുത്തു. അങ്ങനെ അപ്പച്ചൻ്റെ നിർബന്ധത്തിൽ ഞാനത് പഠിച്ചെടുത്തു. ആ ടൈമിൽ ഒത്തിരി ടൈം എടുത്തു പഠിക്കാൻ വേണ്ടി, എങ്കിലും പഠിച്ചെടുത്തു. ഇപ്പൊ എനിക്ക് നോർമൽ ഏത് സൈക്കിൾ കിട്ടിയാലും എനിക്ക് ചവിട്ടാൻ പറ്റും. ഇല്ലാതെ പറ്റും. ബാലൻസ് വന്നു. അപ്പൊ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലോ ഓട്ടോമാറ്റിക് ആണോ? ഇല്ല, ഞാൻ പഠിച്ചത് നോർമൽ മാനുവലി തന്നെയാണ് പഠിച്ചത്. അന്നേരവും അതെ ഈ കൈ വെച്ചിട്ട് സ്റ്റിയറിംഗ് ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഗിയർ ലെഫ്റ്റ് സൈഡിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഒരേ സമയം എനിക്ക് ഈ കൈ വെച്ച് തന്നെ സ്റ്റിയറിംഗ് എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും.
ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ അടുത്തൊക്കെ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകുമായിരുന്നു. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ദൂരേക്കൊന്നും എടുത്തോണ്ട് പോയിട്ടില്ല. അപ്പൊ അത്യാവശ്യം എല്ലാ കാര്യം ഞാൻ ചെയ്യും. ഇപ്പൊ അങ്ങനെ ഒരു ദൂരേക്കത്തേക്ക് ലൈസൻസ് എടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. അതിന് സ്വന്തമായിട്ട് ഞാൻ ലൈസൻസിന് വേണ്ടി ഞാൻ 15 വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ചതാണ്. 18 വയസ്സായപ്പോൾ തന്നെ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പോയി. അപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു ലൈസൻസ് അവർ തരാതിരിക്കില്ല, പക്ഷെ തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം പേരിൽ ഇങ്ങനെ മാനുവൽ ആയിട്ടുള്ള ഒരു വണ്ടി സ്വന്തം പേരിലെടുത്ത് അത് ഓടിച്ച് കാണിക്കുവാണെങ്കിൽ അത് ഓടിക്കാനുള്ള ലൈസൻസ് അവർ തരുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ളൊരു സാമ്പത്തിക ഭദ്രത ആ സമയത്ത് എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഭാവിയിൽ എന്തായാലും ഞാൻ എടുക്കും. വളരെ വളരെ നല്ലൊരു ഡിസിഷൻ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു ഒറ്റ കൈയുടെ ഒരു കുറവ് തോന്നാതെ പല കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിയ കാര്യങ്ങൾ എനിക്കിത് ചെയ്യണം, അല്ലെ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ പറ്റും എന്ന ഉള്ളിലത്തെ അഞ്ജനേന്റെ മനസ്സ് അഞ്ജനേനെ കൊണ്ട് ചെയ്യിക്കുകയാണ് അല്ലെ. അങ്ങനെ ഏറ്റവും മാജിക്കലായിട്ട് അഞ്ജനയ്ക്ക് തന്നെ തോന്നുന്നത് അഞ്ജന ചെയ്തിരിക്കുന്നത് എന്താണ്? ഓഫ് കോഴ്സ് ഡ്രൈവിംഗ് തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നും. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തോണ്ട് ആരും ഇല്ലെങ്കിലും ഞാൻ എടുത്തോണ്ട് പോകും. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിലേക്ക് എനിക്ക് എത്താൻ പറ്റിയല്ലോ. കാര്യം എൻ്റെ കൂടെ പഠിക്കുന്ന ബാക്കി എൻ്റെ ഫ്രണ്ട്സ് മറ്റു കുറവുകളൊന്നും ഇല്ലെങ്കിലും ഇത് ഓടിക്കാത്തവരുണ്ട്. അപ്പോൾ എനിക്കത് പറ്റുന്നുണ്ടല്ലോ. അത് ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നിപ്പോ MSW കഴിഞ്ഞിട്ട് ഇപ്പം ആ ഒരു സോഷ്യൽ വർക്കിൽ എന്തെങ്കിലും ആക്റ്റീവ് ആണോ അഞ്ജന? ഇല്ല, ഞാനിപ്പോ ആ ഒരു സൈഡ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ കംപ്ലീറ്റ്ലി സമയം ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എംബ്രോയിഡറിയിലേക്കാണ്. പക്ഷെ നമുക്കിപ്പോ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്നെ പോലെയുള്ള കുട്ടികളുള്ള ഒരുപാട് പേരൻസ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒത്തിരി പേരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഭയങ്കര സൂയിസൈഡൽ ടെൻഡൻസിയിൽ വരെ എത്തി നിൽക്കുന്നവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് മോട്ടിവേഷനായി, ഭയങ്കര ഇൻസ്പിറേഷനായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ആ ഒരു രീതിയിൽ എനിക്ക് എൻ്റെ ഈ ഒരു പേജ് വഴി എനിക്ക് എൻ്റെ സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒത്തിരി പേരെ എനിക്ക് ആ ഒരു രീതിയിൽ മെൻ്റലി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനായിട്ട് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി പേരെ അവർക്ക് പ്രചോദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെപ്പോലത്തെ ഒരുപാട് ഇത്രയും സൂപ്പർ ടാലന്റഡ് ആയിട്ടുള്ള നിങ്ങളെപ്പോലത്തെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അറിയാൻ പറ്റുന്നുണ്ടല്ലേ. എനിക്ക് ആ ലേഡിയുടെ പേരെന്നെ ഓർമ്മയില്ല. പുറത്തുള്ള ഒരു ലേഡി ഉണ്ട്. കുറേ ഇയേഴ്സ് മുമ്പേ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ തന്നെ അവർക്കൊരു കാലില്ല, കയ്യും ഇല്ല, ബട്ട് സ്റ്റിൽ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. വേറൊരാൾക്ക് 2 കാലും ഇല്ല, കയ്യും ഇല്ലാത്ത ഒരു ലേഡി, അവരും ഡ്രൈവ് ചെയ്യുന്ന, ഒരു കൈ എന്തോ മാത്രമാണുള്ളത്, അവരും ഡ്രൈവ് ചെയ്യുന്നു. അങ്ങനെയുള്ള അവരെ വന്നിട്ട് അവര് ചെയ്യുന്നതും അവരുടെ ആ ഒരു കോൺഫിഡൻസും ഇപ്പോ അഞ്ജനയ്ക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ യു ആർ റിയലി ഗ്രേറ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ അഞ്ജന പറയുന്ന പോലെ എത്രയോ പേരാണ് അഞ്ജനനെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. പലർക്കും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും നമ്മൾ മറ്റുള്ളവരിൽ നിൽക്കുമ്പോൾ അവർക്കെല്ലാം ഉണ്ടല്ലോ, എനിക്കിതില്ലല്ലോ. അപ്പോൾ ആ കുറവിനെ തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന സ്വാഭാവികമായിട്ടും ഡിപ്രഷനിലേക്ക് പോകും പലരും അല്ലേ. പക്ഷെ അങ്ങനെയുള്ള എത്രയോ പേരെയാണ് ഇന്ന് അഞ്ജന ഉൾപ്പെടെയുള്ള നിങ്ങളെപ്പോലത്തെ ഇങ്ങനത്തെ ആൾക്കാർ ഇത്രയും കറേജസ് നിങ്ങളെയൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് എത്രയും മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അഞ്ജനയ്ക്ക് അങ്ങനെ ഒരു അഞ്ജന തന്നെ പറഞ്ഞ് അഞ്ജനയുടെ എക്സ്പീരിയൻസിൽ അഞ്ജന ഇൻസ്പയർ ചെയ്ത് ഒരാളുടെയെങ്കിലും ഒരു പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പേരാരുടെയും പറയാൻ പറയണ്ട, അവരിൽ വന്ന ചേഞ്ചസ് പറഞ്ഞാൽ മതി. ത്രൂ അഞ്ജനയിലൂടെ അവരിൽ വന്ന മാറ്റങ്ങൾ. ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു അമ്മ, ഇതുപോലെ എന്നെ പോലെ ഒരു കുട്ടിയുള്ള ഒരു അമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മോളുടെ കാര്യം ഞാൻ ഓപ്പണായിട്ട് ഒരാളോട് സംസാരിക്കുന്നത്. കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സുണ്ട്. കുട്ടി ഉണ്ടായപ്പോൾ ഇതുപോലെ തന്നെ വേറെ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആൻഡ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ പേരന്. അപ്പോൾ ഈ അമ്മയാണ് ആകെ സ്ട്രോങ് ആയിട്ട് നിന്നത്. ഈ കുട്ടി ഇങ്ങനെ ഉണ്ടായി, ബാക്കി എല്ലാവരും ഡൗൺ ആയി. കുട്ടിയുടെ ഫാദറും അവരുടെ പേരൻസും എല്ലാവരും ഡൗൺ ആയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഐഡിയ ഇല്ല, ഈ അമ്മയ്ക്കും ഇല്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരി പുറമേ കാണിച്ചില്ല, വേറെ ആരോടും പറഞ്ഞില്ല, ഷെയർ ചെയ്തില്ല. പക്ഷെ പുറമേന്ന് നോക്കുമ്പോൾ അമ്മയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്നത്. ഈ അടുത്താണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഞാൻ ആ സമയത്ത് ആക്ച്വലി ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷേ
എനിക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ല, ഞാനും കൂടെ ഡൗൺ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകും, അതുകൊണ്ട് എനിക്കത് പറ്റില്ല. ഞാനിപ്പോൾ എന്നോടാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ഒത്തിരി റിലീഫുണ്ട് മോളോടൊന്ന് സംസാരിച്ചിട്ട്. മോളുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു ധൈര്യം വരുന്നുണ്ട്. എൻ്റെ മോളെ എനിക്ക് എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും, അല്ലെ മോളെ പോലെ എനിക്ക് ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം എനിക്കിപ്പോൾ വന്നു എന്നവർ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെ അവര് പറയുമ്പോൾ അഞ്ജനയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സൂപ്പർ പവർ കിട്ടിയ പോലെയാണ്. അഞ്ജന എന്തൊക്കെ കാര്യത്തിൽ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ അഞ്ജനയെ മോട്ടിവേറ്റ് ചെയ്യും. ഒരുപാട് പേര് അങ്ങനെ പറയുന്നവരുണ്ട്. ഇതുപോലെ ജോലിയുടെ ഇടയ്ക്ക്, വർക്കിന്റെ ഇടയ്ക്ക് കൈ നഷ്ടപ്പെട്ടിട്ട് ജോലി പോയി, കൈയും പോയി, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ 1 year ആയിട്ട് വീട്ടിലിരിക്കുവാണെന്ന് പറഞ്ഞ ഒരു പയ്യൻ കോണ്ടാക്ട് ചെയ്തു. എന്ത് ചെയ്യണം എന്നറിയില്ല, ഫാമിലി അവർക്കും എന്ത് ചെയ്യണം, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല. കാരണം ബൈ ബർത്തും അല്ലല്ലോ ഇത്. അങ്ങനെ പോയി അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ആള് ഇതുപോലെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. ആളുടെ വിഷമങ്ങളൊക്കെ കുറേ ഷെയർ ചെയ്തു. വേറെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ആ ഒരു അവസ്ഥ ഫേസ് ചെയ്തവർക്കല്ലേ അവരുടെ ശരിക്കും ഉള്ളിലുള്ള ആ ഒരു മാനസികാവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ സംസാരിച്ചു. വേറെ ഒന്നും അയാൾക്ക് വേണ്ട, അയാൾക്കൊന്ന് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, ഞാൻ ഒത്തിരി റിലീഫായി, എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്കൊരു സമാധാനം കിട്ടി, എനിക്ക് കുറേ കാര്യത്തിൽ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോൾ സോഷ്യൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പഠിച്ചതാണ്. പക്ഷെ ഞാനിപ്പോൾ ഞാനായിട്ട് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് സോഷ്യൽ വർക്ക് കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, വേറെ തന്നെ പഠിച്ച സോഷ്യൽ വർക്കിനെക്കാട്ടിലും വേറെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ സൈഡിലുള്ള സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി എംബ്രോയിഡറി അന്ന് ചെയ്യാൻ തുടങ്ങിയ ഒരു പൂവിൽ നിന്നും തുടങ്ങിയത് ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റിച്ച്, ഒരു സംഭവം എന്ന് പറയുന്നത് എന്തായിരിക്കും അച്ഛൻ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടാവുക? ഞാന് ആദ്യം പഴയ തുണികളിലൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ പതിയെ എന്റെയും ഹസ്ബൻഡിന്റെയും പഴയ ഡ്രസ്സുകളിലൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോ ഫുൾ റണ്ണിങ് സ്റ്റിച്ച് ആണോ? അതെ അതെ. ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നില്ല? ക്രോസ് സ്റ്റിച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ പഠിക്കാതെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇതുവരേക്കും സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടേ ഇല്ല? ഇല്ല, പഠിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കും. എനിക്ക് ആ ഒരു ടെക്നിക്ക് പിടികിട്ടിയാൽ മതി. പിന്നെ വേറെ അധികം ക്ലാസ് ഒന്നും വേണ്ട. ഈ പറഞ്ഞാൽ അഞ്ജന എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോന്നും ചെയ്ത്. അഞ്ജനയുടെ വർക്ക് തന്നെ ഇൻസ്റ്റയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഈ റണ്ണിങ് സ്റ്റിച്ചിലൂടെ മാത്രം ഇത്രയ്ക്കും മാജിക്കൽ ചെയ്യുന്ന അഞ്ജനയ്ക്ക് ബാക്കിയും കൂടെ സ്റ്റിച്ചിങ്ങിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കണമെന്നോ, അപ്പൊ എനിക്ക് കുറെ കൂടെ ചെയ്യാലോ, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ലേ? ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് പഠിക്കണം എന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ എനിക്ക് കൂടുതലേക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ പഠിക്കും. തീർച്ചയായിട്ടും അടുത്ത സ്റ്റേജ് നമുക്ക് ഇങ്ങനെ തന്നെ നിന്നാൽ പോരല്ലേ, നമ്മൾ ഇമ്പ്രൂവ് ആവണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എംബ്രോയിഡറി മാത്രമല്ല ക്രോഷ്യ ഒക്കെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതല്ലാതെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലുണ്ട്. ഭാവിയിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ നടത്തിക്കൊണ്ട് വരും. തീർച്ചയായിട്ടും എല്ലാം സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ. അതിനിടയിൽ തന്നെ അഞ്ജനയ്ക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ടോ? അതെ. ആണോ? അപ്പം ഹാൻഡ് സ്റ്റിച്ചും ചെയ്യും, മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ അത് അമ്മ ചെയ്തോണ്ടിരുന്ന അമ്മയുടെ മെഷീനിൽ തന്നെയായിരിക്കും ഒരു പക്ഷെ? ഇല്ല, ഞാന് എന്റെ വീട്ടിൽ ആയിരുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് താല്പര്യം ഇല്ലാതിരുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ പഠിച്ചില്ല. പക്ഷെ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ തനിയെ മെഷീനിൽ ഞാൻ തനിയെ തയ്ച്ച് തനിയെ പഠിച്ചു. ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അമ്മ തയ്ക്കുന്ന ആളാണ്. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഇപ്പൊ പ്രായം ആയതുകൊണ്ട് തയ്ക്കുന്നില്ല. അമ്മാമ്മയുടെ മെഷീൻ ഇവിടെ വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ തന്നെ എൻ്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ തന്നെ പഴയ തുണി എടുത്ത് വെട്ടി, യൂട്യൂബിൽ തന്നെ നോക്കി വെട്ടി, ഞാൻ തന്നെ അതിന്റെ തയ്ക്കിന്റെ രീതികളൊക്കെ നോക്കിയിട്ട്. എന്താ അങ്ങനെ തുന്നി? ആദ്യം ഞാൻ 2 കുഞ്ഞുടുപ്പുകളാണ് ആദ്യമായിട്ട് തുന്നിയത്. 2 ബേബി ഡ്രസ്സുകൾ തുന്നിയത്. അത് ഉടുപ്പുകൾ തയ്ക്കുന്ന മെറ്റീരിയൽ അല്ല ഞാൻ തയ്ച്ചത്. പക്ഷെ തയ്ച്ച് വന്നു കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിൽ പ്രതീക്ഷിക്കാത്തതിനേക്കാളും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു അതുപോലത്തെ ഉടുപ്പ് ചെയ്ത് തരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് അത് എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ തയ്ച്ച് എത്തിയില്ല. പിന്നീടാണ് നമുക്ക് കുറച്ച് ചേച്ചിമാരുണ്ട്, വീട്ടിലിരുന്ന് തയ്ക്കുന്ന കുറച്ച് ചേച്ചിമാരുണ്ട് നമുക്കിപ്പോൾ. ഇപ്പൊ അതുകൊണ്ട് സ്റ്റിച്ചിങ് ചേച്ചിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എംബ്രോയിഡറി മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ അമ്മാമ്മയുടെ മെഷീനിലാണ് തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഈ അമ്മാമ്മയുടെ മെഷീനിൽ തയ്ക്കുന്ന ഒരുപാട് വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഉഷ നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തു.
എന്നിട്ട് എനിക്കൊരു പവർ മെഷീൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ഉഷ കമ്പനി. ഓ അതെ. അങ്ങനെ ഇപ്പൊ ഉഷയിലാണോ അപ്പൊ ചെയ്യുന്നതല്ല? ഉഷയിലാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് അവരുടെ പവർ ടൈപ്പ് അതെ, പവർ മെഷീൻ ആണ് അല്ലേ? അപ്പൊ അത് കുറേ കൂടി ഈസിയാണ്. അതെ, കുറെ കൂടി ഭയങ്കര ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ സെറ്റിംഗ്സ് ഒക്കെ ഒരുപാടുണ്ട്. മറ്റേത് എന്റെ അമ്മാമ്മയുടെ മെഷീൻ 60 കൊല്ലം പഴക്കമുള്ള മെഷീനാണ്. അപ്പൊ തയ്ക്കുന്നതിന്റെ ഇടയിൽ നൂല് പൊട്ടി പോകും, പിന്നെ ഇടയ്ക്ക് കെട്ട് വീഴും, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ ഒരു അംബാസിഡറിൽ നിന്ന് ബെൻസിലേക്ക് കടന്നത് പോലെയായിരുന്നു എനിക്ക് ആ ഒരു മെഷീൻ കിട്ടിയോ. ഭയങ്കര സ്മൂത്താണ്, നമുക്ക് തയ്ക്കാൻ കൊതിയാവും. അങ്ങനത്തെ ഒരു മെഷീനാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഞാനിപ്പോ എംബ്രോയിഡറി മെഷീനും കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ അവര് തരാം ഗിഫ്റ്റ് ആയിട്ടുള്ള എന്നാലും ഒരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഷ കമ്പനി തന്നെ. അതെ, ഗ്രേറ്റ്. അപ്പൊ ഇപ്പം തുന്നി തുടങ്ങിയത് കുഞ്ഞു ബേബി ഉടുപ്പാണ്. അതിനുശേഷം അഞ്ജനയ്ക്ക് തന്നെയുള്ള ഡ്രസ്സുകൾ തുന്നിയോ? എനിക്കുള്ള ഡ്രസ്സ് തുന്നാനുള്ള ഞാൻ ആദ്യമേ നമ്മൾ പേജ് ഒരുപാട് ആക്റ്റീവ് ആവുന്നതിന് മുന്നേ എൻ്റെ ഡ്രസ്സുകളിൽ ചെയ്തിരുന്നു. അതൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് നമ്മുടെ പേജ് പെട്ടെന്ന് പബ്ലിക്കിലേക്ക് അറിയപ്പെടുകയും ഭയങ്കര പെട്ടെന്ന് സപ്പോർട്ട് കിട്ടിയിട്ട് നമ്മുടെ പേജ് വളരുകയും ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ശേഷം എനിക്ക് വേണ്ടി തയ്ക്കുള്ള സമയം കിട്ടിയിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും പറയും ഇതുപോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ സ്വന്തമായിട്ട് തയ്ച്ചൊരു ഉടുപ്പിട്ടോണ്ട് വന്നാൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കൂല എന്ന് എല്ലാവരും ചോദിക്കും. പക്ഷെ അതിനുള്ളൊരു ടൈം എനിക്ക് കിട്ടുന്നില്ല. അതെന്തും ചെറിഷ് ചെയ്യാൻ പറ്റുന്നോണം അതവിടെ നിൽക്കട്ടെ. പിന്നീട് സ്റ്റിച്ചിങ് ടൈപ്പിൽ വരുമ്പോൾ വേറെ എന്തൊക്കെയാ സ്റ്റിച്ചിങ്ങിൽ ഓരോന്ന് ചെയ്തിരിക്കുന്നത് വെറൈറ്റികളായിട്ട്? പിന്നെ ടീഷർട്ടിലാണ് ശരിക്കും കൂടുതലും നമുക്ക് എൻക്വയറി വരുന്നത്. ശരിക്കും എംബ്രോയിഡറി എന്ന് പറയുന്നത് തന്നെ കോട്ടണിലാണ് ചെയ്യുന്നത്, വലിയില്ലാത്ത തുണിയിലാണ്, എന്നാലും അത് ഫൈനായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ടീഷർട്ടിലാണ്. അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ടീഷർട്ടിലാണ്. ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് മെറ്റീരിയൽ നിൽക്കില്ലല്ലോ. പക്ഷെ എങ്ങനെയാ ഞാൻ ചെയ്തിട്ടത് വർക്കൗട്ട് ആയി. അപ്പോ ടീഷർട്ടിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഷർട്ടിൽ ചെയ്യും, പിന്നെ ഇതുപോലെ കുഞ്ഞുടുപ്പുകളിൽ ചെയ്യും, പിന്നെ ഹൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ റീസെന്റ് ഞാൻ ഇതുപോലെ ഫേസ് പോർട്രേറ്റ് ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ 2-3 വർക്കൊക്കെ അങ്ങനെ ചെയ്തു. പിന്നെ ഞാനൊരു ഗീവർഗീസ് പുണ്യാളന്റെ പടം ഞാൻ ഇതുപോലെ എംബ്രോയിഡറി ചെയ്തു, ഫുൾ എംബ്രോയിഡറി ചെയ്ത് ഇതുപോലെ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചൊരു പള്ളിയിൽ ഞാൻ ഗിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇപ്പൊ വരുന്നതൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുവാണോ, അതോ എന്തെങ്കിലുമൊക്കെ അഞ്ജനയ്ക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഓരോന്ന് ചെയ്ത് വെക്കുകയാണ്, എന്നിട്ട് അത് ഇൻസ്റ്റയിലൂടെ ത്രൂ സെല് ചെയ്യാണോ? എങ്ങനെയാ അത്? എനിക്ക് ചെയ്ത് വെക്കാനുള്ള സമയം കിട്ടുന്നില്ല ശരിക്കും. ആൾക്കാർ ചോദിക്കുന്നത് അവർക്ക് തന്നെ അവരുടേതായ ഒരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ഇങ്ങനെ ചെയ്തു തരുമോ എന്നവർ ചോദിക്കും. അപ്പോൾ ഞാനും ഏകദേശം എൻ്റെ ഐഡിയയിൽ ഞാൻ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, അവർ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കസ്റ്റമറിൻ്റെയും എൻ്റെയും കൂടെ ഒരു ഐഡിയ കമ്പൈൻ ചെയ്തിട്ടാണ് വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ വർക്കുകൾ സ്റ്റോക്കൊന്നുമില്ല, ചെയ്യുന്നത് അപ്പോൾ തന്നെ എല്ലാം അയച്ചു കൊടുക്കുവാണ്. ഓൾറെഡി നമുക്കിപ്പോൾ ഒരു 100-ന് മേളിൽ ഓർഡർ പെൻഡിങ് ആണ്. എത്ര പേരില്? 100-ന് മേളില്. നമുക്കിപ്പോ വർക്ക് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആളുണ്ട്, എംബ്രോയിഡറി ചെയ്താലും ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചെയ്ത് ഒരുപാട് സ്പീഡും വന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഒരു ചെറിയൊരു ഫ്രെയിമിലുള്ള ഒരു സാധനമൊക്കെ ആണെങ്കിൽ ചെയ്യണമെങ്കിൽ എടുക്കുന്ന സമയം എത്രയാണ് അഞ്ജന? അതിപ്പോ ഒരു 5 സെന്റിമീറ്റർ നീളം വീതിയുള്ളതാണെങ്കിൽ പോലും നമുക്കൊരു 4-5 മണിക്കൂർ ഏകദേശം. അത് വർക്ക് പോലെ ഇരിക്കും. അത് എങ്ങനത്തെ വർക്കാണ്, ഇപ്പോ ഫില്ല് ചെയ്ത് ഭയങ്കര ഫൈനായിട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ അതിലും കൂടുതൽ എടുക്കും. അല്ല സിമ്പിളായിട്ട് ഔട്ട്ലൈൻ മാത്രമുള്ളതാണെങ്കിൽ അത്രയും ടൈം എടുക്കില്ല. എനിക്കിവിടെ കാണാൻ പറ്റും അഞ്ജന ചെയ്ത ഏതെങ്കിലും ഒരു വർക്ക്? ഞാൻ 2-3 ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അഞ്ജന ചെയ്ത ഒരു വർക്കാണ് ഇത്. നല്ല വെയിറ്റ് ഉണ്ട് ഈ ഫ്രെയിമിൽ തന്നെ. ഇത് ചെയ്തിട്ട് ഇതെന്താ ഇത് കൊടുക്കാതെ, എന്താ ഇത് സംഭവം പറഞ്ഞേ? എങ്ങനെ ഇത് ചെയ്തു അദ്ദേഹത്തിൻ്റെത്? ഇത് നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ എങ്ങനെ ചെയ്യാൻ തോന്നി? എങ്ങനെയാണത്? അത് നമ്മുടെ പേജിൽ ഇതുപോലെ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി ഒരാളെ പരിചയപ്പെട്ട് ആൾക്ക് ഇതുപോലെ വൈസ് പ്രസിഡന്റുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്കല ശിവഗിരിയില് അദ്ദേഹം ഈ ഡിസംബറിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് കൊടുക്കാം, പരിചയമുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മളങ്ങനെ ആ ദിവസം നമ്മൾ ചെയ്ത് ഇതുമായിട്ട് ചെന്നു. പക്ഷെ കറക്റ്റ് ആ ഒരു ടൈമില് പ്രോട്ടോകോളിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല. ഒന്ന് കാണാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എങ്ങനെയും കൊടുക്കായിരുന്നു. പക്ഷെ നമുക്ക് അടുത്തേക്ക് പോലും എത്താൻ പറ്റിയില്ല. പക്ഷെ ഇത് നോക്ക്, എത്ര
എന്ത് ഭംഗിയായിട്ട്, എത്ര നീറ്റ് ആയിട്ടാണ്, എന്താ ഫിനിഷിങ്. ഇത് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുത്തു അഞ്ജന? ഇത് ഞാന് 3 ദിവസം 3 days ഇത് കംപ്ലീറ്റ് ചെയ്തു. എന്ത് ഫിനിഷിങ്ങോടെ ചെയ്തിരിക്കണം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ശരി, ഇതിന്റെ പ്രോസസ് എങ്ങനെയാ? വരയ്ക്കും ആദ്യം? ഫേസ് മാത്രം ഞാൻ വരയ്ക്കില്ല. ആ ഒരു പിക്ചർ ഞാൻ പ്രിന്റ് തന്നെ പോവാണോ? ഇല്ല, പ്രിന്റ് എടുത്തിട്ട് ട്രേസ് ചെയ്യും. ഓക്കെ. ഫേസ് നമുക്ക് അത് ട്രേസ് ചെയ്തു ഫേസ്. ബാക്കി ബോഡിയിലേക്ക് വന്നപ്പോ ഞാൻ ചെയ്യും. ഇത് വരയ്ക്കാണോ ചെയ്തത്? ഇല്ല, നമ്മൾ ഇത്രയും തന്നെ പ്രിന്റ് എടുത്തിട്ട് ട്രേസ് ചെയ്യും. ഇത് ഫുൾ എങ്ങനെ? ഓക്കെ, പ്രിന്റ് എടുത്ത് ട്രേസ് ചെയ്തതിന്റെ മേളിൽ പിന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫേസ് നമുക്ക് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ബാക്കി അല്ലാത്തതൊക്കെ ഞാൻ തനിയെ സ്റ്റിച്ച് ചെയ്യും, കുഴപ്പമില്ല. ഓക്കെ. എന്തായാലും അദ്ദേഹം ഇനി വരുമ്പോ നമ്മുടെ ഈ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റട്ടെ. ഞാൻ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അല്ലാതെ മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. എന്ത് നല്ല നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിലെ വികാരി അച്ഛനാണ്. ഇവിടുത്തെ നിങ്ങളുടെ ഇവിടുത്തെ പള്ളിയിലെയോ? അതെ, ഞങ്ങളുടെ ഇവിടുത്തെ ഇടവക പള്ളിയിലെ അച്ഛനാണ്. അപ്പൊ അച്ഛൻ പോവാണ്, ട്രാൻസ്ഫർ ആയി പോവാണ്. അപ്പൊ അച്ഛന് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് ചെയ്തതാണത്. കൊടുക്കാൻ പോണം. എന്താ അച്ഛന്റെ പേര്? മാത്യു കോനാട്ടുകുഴി. ഓക്കെ. ഹായ്. ഇതും അച്ഛന്റെ തന്നെ ഫോട്ടോ ഇതുപോലെ എടുത്ത്. അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ വരയ്ക്കുമ്പോഴെല്ലാം അത് ഫോട്ടോ എടുത്ത് ട്രേസ് ചെയ്തിട്ടാണ് അതിന്റെ മേളിൽ സ്റ്റിച്ചിങ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള വർക്കുകളെല്ലാം ഞങ്ങൾ കണ്ടു. ഇനി നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ബാക്കി സ്റ്റിച്ചസ് എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോ ഫ്രെയിം ചെയ്തിരിക്കുന്നതൊക്കെയല്ലേ, അല്ലാത്തത് ചെയ്തത് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കാണിക്കാമോ? ഞാൻ കാണിക്കാം. ഞാൻ കുറച്ച് ചെയ്തു വെച്ചത്, ആദ്യമേ ചെയ്തു വെച്ച കുറച്ചുണ്ട്. കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തത് നമ്മുടെ കയ്യിലില്ല, എല്ലാം അപ്പൊ പോവാണ്. എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ശരി, ഓക്കെ. അവിടെയാണോ അത്? അതെ, ഓക്കെ, കാണാം. ഇതിപ്പോ അഞ്ജന ഇപ്പൊ ഫിനിഷ് ചെയ്തിരിക്കുന്നതാണോ? അതെ. ഇത് ഓർഡർ തന്നതാ? ഇല്ല, ഇത് ഞാന് ക്രിസ്മസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ആ ഒരു ടൈമിൽ ചെയ്തതായിരുന്നു. അങ്ങനെ കുറെ പേര് ഒത്തിരി ചോദിച്ചായിരുന്നു. കുറെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതിൽ പോവാതിരിക്കുന്ന 2-3 എണ്ണത്തിൽ ഉള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ. എന്താ നല്ല ഫിനിഷിങ്ങോട് ചെയ്തിരിക്കുന്ന നോക്കിയേ. നമ്മൾ ഇതൊക്കെ കടയിൽ വാങ്ങാൻ കിട്ടുന്ന മെഷീൻ എംബ്രോയിഡറി ചെയ്തതുകൊണ്ട് 2 കൈയും വെച്ച് ആൾക്കാർ ചെയ്തതാണ്. അവരെ വെല്ലുന്ന തരത്തിലുള്ളതാണ് സിംഗിൾ ഹാൻഡിൽ അഞ്ജന ചെയ്തിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ വർക്ക്. ഇത്തരത്തിലുള്ള ടീഷർട്ടിലാകുമ്പോൾ ഹസ്ബൻഡിന് ഒരുപാട് ടീഷർട്ടിലും മിക്ക ടീഷർട്ടിലും അഞ്ജനയുടെ വക സ്നേഹം ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പെയിന്റിംഗ് വെക്കാൻ പറ്റുന്നത് അഞ്ജനയ്ക്കുള്ളതും ഹസ്ബൻഡിനുള്ള ഓർഡർ ആണ്, അതോടെ പെയിന്റിംഗ് വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ വർക്ക്. അതുപോലെ ഇതാണ് ഉഷ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്ന സ്വിംഗ് മെഷീൻ. ഓക്കെ. അപ്പൊ ഇനി ഇവര് തന്നെ ഒരു എംബ്രോയിഡറിയുടെ ഒരു മെഷീനും കൂടെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഉടനെ തന്നെ അഞ്ജനയ്ക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം അഞ്ജന ചെയ്ത് വെച്ചിരിക്കുന്ന വേറെ കുറെ വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ ഇൻസേർട്ടിൽ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ചേ ഉള്ളൂ ഇവിടെ, ബാക്കിയെല്ലാം അഞ്ജന പറഞ്ഞ പോലെ ചൂടപ്പം പോലെ ചെയ്യുന്നു വിൽക്കുന്നു അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും അഞ്ജന സൂപ്പർ, അൺബിലീവബിൾ. ഇതൊക്കെ അഞ്ജനക്ക് ഇപ്പൊ എത്ര ഈസി ആയിട്ട് അഞ്ജന വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഡെയിലി 20 ചപ്പാത്തി ഉണ്ടാക്കും, വീട്ടിലത്തെ കുക്കിംഗ് ചെയ്യും, ക്ലീനിങ് ചെയ്യും, കട്ടിങ് ചെയ്യും, എല്ലാം ചെയ്യുന്ന മിടുക്കി കുട്ടിയാണ് അഞ്ജന. അഞ്ജനക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് ഷുവറായിട്ടും ആൽവിൻ അതേപോലെ തന്നെ കൂടിയുണ്ട്. അഞ്ജനയുടെ ഹസ്ബൻഡ് അതേപോലെ ഫുൾ ഫാമിലി, ആൽവിൻ്റെ ഫാമിലി, ആ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് അഞ്ജനയ്ക്ക് ഇത്ര ഫ്രീ ആയിട്ട് ഇത്ര ഈസി ആയിട്ട് ഇതെല്ലാം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. റിയലി ഹാപ്പി ഫോർ യു അഞ്ജന. ജസ്റ്റ് കീപ് ഗോയിങ്. നാട്ടിലും അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പ്രത്യേക അന്വേഷണം പറയണം. അച്ഛനായിട്ട് ആദ്യമായിട്ട് എൻ്റെ മോള് സൈക്കിൾ ബാലൻസ് വേണം, സൈക്കിൾ ഓടിക്കണം എന്നുള്ള അച്ഛൻ്റെ ആ ഒരു തുടക്കം, ആ തുടക്കത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ ലോകം മുഴുവൻ അറിയുന്ന ഒരു അഞ്ജനയിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഫസ്റ്റിലെ പറയേണ്ട ഏറ്റവും വലിയൊരു താങ്ക്സ് അച്ഛനാണ്. സോ ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം അദ്ദേഹത്തിന് പറയാ. വലിയൊരു അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, നാട്ടിലുള്ളൊരു മനുഷ്യൻ, അധികം ലോകം കാണാത്തൊരു വ്യക്തി എന്നൊക്കെ പറയാ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഒരു ശുഭാപ്തി വിശ്വാസം എൻ്റെ മോളെ കൊണ്ട് എനിക്ക് ചെയ്യിക്കാൻ പറ്റുന്നുള്ളത്. യെസ്, ആൻഡ് അഞ്ജന അത് പ്രൂവ് ചെയ്തിരിക്കുന്നു പല കാര്യങ്ങളിലൂടെ. സോ കീപ് ഗോയിങ് അഞ്ജന. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, യെസ്, ബൈ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.